പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഗൂഗിൾ പേയിൽ നമുക്ക് എമൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഗൂഗിൾ പേ ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഫൈൽ ഭാഗം കാണാൻ സാധിക്കും. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രൊഫൈൽ ഭാഗത്തിന് സൈഡ് ഭാഗത്തായിട്ട് ഒരു QR കോഡ് കാണാൻ സാധിക്കുന്നതാണ്. അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകൾ ഭാഗത്തായിട്ട് 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ സെറ്റ് എമൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എമൗണ്ട് എത്ര രൂപയാണ് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ എമൗണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്കാനറിന് താഴ്ഭാഗത്തായിട്ട് QR കോഡിന് താഴ്ഭാഗത്തായിട്ട് ആ എമൗണ്ട് എൻ്റർ ആയി വന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ ഈ QR കോഡ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ QR കോഡ് ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കറക്റ്റ് ഈ എമൗണ്ട് അതിൽ എൻ്റർ ചെയ്ത് വരുന്നതായിരിക്കും, റിക്വസ്റ്റായിട്ട് ചെല്ലുന്നതായിരിക്കും. ആ എമൗണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. എമൗണ്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ എമൗണ്ട് തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല സന്ദർഭങ്ങളിലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ കാണുന്ന ഷെയർ QR കോഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിലോട്ടോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് വൺ ടൈം ആയിരിക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് പിന്നീട് നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എമൗണ്ട് വരുന്നതല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ അവസാനിപ്പിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിക്കൊണ്ട് നിങ്ങൾക്ക് QR കോഡിൽ എമൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഗൂഗിൾ പേയിൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.